കൂമ്പുചീയലൊക്കെ ഈ മഴക്കാലമൊക്കെ ആകുമ്പോഴാണ് പൊതുവേ ഈ കൂമ്പുചീയലൊക്കെ വരിക. വന്നു കഴിഞ്ഞ് നശിച്ച് പോയതിനു ശേഷമാണ് പലരും പറയുക, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് മുൻകൂട്ടി ചെയ്യാൻ പറ്റിയ നമ്മളുടെ കോണ്ടാഫ് എന്ന് പറയുന്ന മരുന്നൊക്കെ കിട്ടും. അതിൻ്റെ ഒരു സാഷയൊക്കെ ഉണ്ടായിരുന്നു മാംഗോസബിൻ്റെ. ആ സാഷ കിട്ടുകയാണെങ്കിൽ ആ സാഷ കവിളിൽ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ മാംഗോസബ് അല്ലെങ്കിൽ മറ്റു ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള മരുന്ന് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് നിങ്ങളുടെ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെടുക. അതുപോലെ മറ്റൊരു പ്രധാന പ്രശ്നമാണ് കൊമ്പൻ ചെല്ലി, ചെമ്പൻ ചെല്ലി എന്ന് പറയുന്ന ഈ കീടങ്ങൾ. അപ്പോൾ ഈ കീടങ്ങളുടെ ഏറ്റവും പ്രധാനമായിട്ടുണ്ടാവുക അതിൻ്റെ സോഴ്സ് നശിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം. ഈ തല പോയ തെങ്ങുകൾ നമ്മളെ ഫീൽഡിലുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് അത് വെട്ടിക്കളയണം. കാരണം അതിലാണ് ഈ കൊമ്പൻ ചെല്ലി പെറ്റ് പെരുകി നിങ്ങളുടെ തെങ്ങുകളെയൊക്കെ ആക്രമിക്കാൻ വരുന്നത്. അതുപോലെ മറ്റൊന്നാണ് ചാണകക്കുഴി. ഇപ്പോൾ ഈ പച്ചച്ചാണകത്തിലും ഇതിലൊക്കെയാണ് അധികം ഇവർ പെറ്റ് പെരുകി വരുന്നത്, അവരുടെ ഒരു ഹോസ്റ്റായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൾട്ടിപ്ലിക്കേഷന് വേണ്ടി സഹായിക്കുന്നത്. ഇത്തരം സ്ഥലങ്ങൾ കൃത്യമായിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യുക. ഒരു വിധത്തിലും നമുക്ക് ഒന്നും ചെയ്യാൻ മാർഗ്ഗമില്ലെങ്കിൽ ഒന്നുകിൽ വലയിട്ടൊക്കെ അത് കവർ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ മെറ്ററീസിയം അനിസോഫിലി എന്ന് പറയുന്ന ഒരു ബയോ കൺട്രോൾ ഏജൻറ്റ് ജീവാണു നമുക്ക് കിട്ടും. അത് നിങ്ങളുടെ ഈ ചാണകക്കുഴിയിൽ നമുക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതിൽ കൊടുക്കാം. ആ രീതിയിൽ നമ്മളത് കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം. പിന്നെ അതുപോലെ വന്ന് കഴിഞ്ഞാൽ പിന്നെ കവിള് കൃത്യമായിട്ട് തേങ്ങ വലിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് തെങ്ങിൻ്റെ കവിളുകൾ വൃത്തിയായി സൂക്ഷിക്കുക. പിന്നെ നമ്മൾ ഈ ചെല്ലിയുടെ അറ്റാക്ക് വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മണൽ പോലെയുള്ള മെറ്റീരിയൽസ് വേണം എപ്പോഴും. കാരണം ഇതിനൊരു ഓവറായിട്ട് ബോഡി ഭയങ്കര ഹാർഡാണ്. അപ്പോൾ ചെറിയ നെക്ക് പോലെയുള്ള ഭാഗങ്ങളൊക്കെയാണ് അതിന് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കിടന്ന് മറിയുമ്പോൾ നമ്മൾ കീടനാശിനി ഏതാണോ ഇതിലുള്ളത്, ഇപ്പോൾ ഫെർട്ര പോലെ അല്ലെങ്കിൽ നാഫ്തലിൻ ബോൾ പോലെയുള്ള സാധനങ്ങൾ നമുക്ക് മണലിൽ മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ വേപ്പൻ പിണ്ണാക്ക് മിക്സ് ചെയ്തിട്ടൊക്കെ കവിളിലിട്ട് കൊടുക്കുക. എന്നാൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഈ കൊമ്പൻ ചെല്ലിയെ കൺട്രോൾ ചെയ്യുക. അതുപോലെ മറ്റേറ്റവും വലിയൊരു ഭീഷണി വരുന്നൊരു സാധനമാണ് ചെമ്പൻ ചെല്ലി. അത് ചെറിയ ഹോളുകളിലൂടെ ഇറങ്ങിയിട്ട് പിന്നെ ആ വണ്ടല്ല നമുക്ക് ഭീഷണി, അതിൻ്റെ ലാർവൽ സ്റ്റേജ് ആയിട്ടുള്ള ഈ പുഴു വരുന്നതാണ്. അതാണ് ഇരുന്നിട്ട് നമ്മളുടെ ഈ തെങ്ങിൻ്റെ കാമ്പെല്ലാം ഭക്ഷിക്കുന്നുണ്ടാവും. നമ്മൾ കുറേ കാലത്തേക്ക് അറിയില്ല, പിന്നെ പെട്ടെന്നൊരു ദിവസമായിരിക്കും നല്ല തെങ്ങ് ഒടിഞ്ഞ് വീഴുന്നൊക്കെ ഒരവസ്ഥ ഉണ്ടാവുക. അപ്പോൾ അത്രയും ഭീഷണി ആവാറുണ്ട്. അപ്പോൾ അത്തരം ഹോളുകളൊക്കെ കണ്ടാൽ കൃത്യമായിട്ട് അതിൽ ഇമിഡാക്ലോപ്രിഡ് പോലെയുള്ള മരുന്നുകൾ കൃത്യമായിട്ട് ശിവാൻ്റെ ശുപാർശയോട് കൂടി ആയിരിക്കണം. നമ്മളായിട്ടൊരു നടപടി എടുക്കരുത്. കാർഷിക മേഖലയിലെ ഉദ്യോഗസ്ഥരായിട്ട് ബന്ധപ്പെട്ട് ഉറപ്പാക്കിയ ശേഷം ഇമിഡാക്ലോപ്രിഡ് പോലെയുള്ള മരുന്നുകൾ 1 ml/ലിറ്റർ എന്നുള്ള തോതിൽ കലക്കി ശരിക്കും ഈ ഹോളിൽ ഒഴിച്ച് കൊടുത്ത് ചളിയൊക്കെ വെച്ച് നമ്മൾ അത്തരം ഹോളുകൾ അടക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ തെങ്ങിനെ സ്ഥിരമായിട്ട് നിരീക്ഷിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ഹോളുകൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ മരുന്ന് കലക്കി ഒഴിച്ച് കൊടുത്ത ശേഷം ശരിക്കും നമ്മളത് ചളിയൊക്കെ വെച്ചിട്ട് കവർ ചെയ്യണം. അതുപോലെ പിന്നെ മറ്റൊന്നാണ് പ്രധാനമായിട്ടും വരാറുള്ളതാണ് ഈ ചെന്നീരൊലിപ്പ്. നമ്മളുടെ തെങ്ങിൻ്റെ ഒക്കെ ഒരു 1 മീറ്റർ ഹൈറ്റിലൊക്കെ വരുന്ന സ്ഥലത്ത് ഈ തെങ്ങിന്ന് ഇങ്ങനെ ഒരു കറ വലിക്കുന്നത് കാണാം. അപ്പോൾ അതും തെങ്ങിനെ ഭയങ്കര രൂക്ഷമായിട്ട് ബാധിക്കാറുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കണ്ടാൽ ആ കണ്ട ഭാഗം ഒന്ന് ചെത്തിക്കളയുക. ശേഷം ഇപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് കോണ്ടാഫ് എന്ന് പറയുന്ന ഹെക്സക്കണസോൾ എന്ന് പറയുന്ന മരുന്നുണ്ട്. അത് 25 ml 25 ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള തോതിൽ കലക്കിയിട്ട് ശരിക്കും തെങ്ങിൻ്റെ തടത്തിൽ ഒഴിച്ച് കൊടുക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അതുപോലെ ഈ വന്ന ഭാഗം ചെത്തിക്കളഞ്ഞിട്ട് അവിടെ COC പോലെയുള്ള കോപ്രോക്സി ക്ലോറൈഡ് പോലെയുള്ള തുരിശടങ്ങിയിട്ടുള്ള മരുന്നുകൾ നമ്മൾ ശരിക്കും ഒരു പേസ്റ്റ് ആക്കിയിട്ട് ഈ ഭാഗങ്ങളിൽ തേച്ച് കൊടുക്കുകയും ചെയ്യുക. താഴെ കോണ്ടാഫ് ഒഴിച്ച് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിനെ പരിപൂർണമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഒഴിച്ച് കൊടുത്ത് ഏകദേശം 2-3 ആഴ്ചയൊക്കെ കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഈ COC ഇപ്പോൾ നേരത്തെ പേസ്റ്റാക്കി തേച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ COC നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ട് ഇതുപോലെ ഒരു 1-2 ആഴ്ച ഇടവേളകളിൽ 1-2 തവണ സ്പ്രേ ചെയ്ത് കൊടുത്താലേ നമുക്ക് പരിപൂർണമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ രോഗകീടബാധകൾക്ക് നമ്മൾ കെയർ എടുത്താൽ ആ രോഗകീടബാധയെ പോവുള്ളൂ. ആ സമയത്ത് തെങ്ങ് ഒരുപാട് ക്ഷീണിച്ച് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. അപ്പോൾ അത്തരം തെങ്ങുകൾക്ക് പിന്നീട് നമ്മൾ നല്ല രീതിയിൽ വളം കൂടി കൊടുത്താലേ നമ്മൾ ആ വന്ന ഒരു രോഗപ്രതിരോധ ശേഷിയിൽ നിന്നൊക്കെ റെഡിയായി വരണം. നമുക്കിപ്പോൾ പനിയോ മറ്റു രോഗങ്ങളൊക്കെ വന്നാൽ റെഡിയായി വരണമെങ്കിൽ പനി മാറും, ഗുളിക കുടിച്ചാൽ ഒരിക്കലും നമ്മളുടെ ആരോഗ്യം മെച്ചപ്പെട്ട് വരണമെന്നില്ല. അപ്പോൾ പിന്നീട് നമ്മൾ കൃത്യമായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോഴാണ് അതേ ഒരവസ്ഥ നമ്മളെ ചെടികൾക്കും തെങ്ങുകൾക്കും ഒക്കെ പ്രത്യേകിച്ചുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളോട് പ്രത്യേകം ശ്രദ്ധിക്കുക.